നെയ്യാറ്റിങ്കര മഞ്ചവിളാകത്ത് വീടിന്റെ മുൻവാതിലിൽ വൈദ്യുതി കടത്തിവിട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. മഞ്ചവിളാകം നുളഞ്ഞോളത്ത് ഗ്രേസ് വില്ലയിൽ രമ്യയുടെ മകൻ അലൻ 13 വയസ്സാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. രാവിലെ എഴുന്നേറ്റ് മുൻവാതിൽ തുറക്കുന്നതിനിടയിലാണ് അലന് ഷോക്കേറ്റത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മീറ്റർ ബോർഡിൽ നിന്നും മുൻവാതിലിലെ ഇരുമ്പ് ലോക്കിലേക്ക് വൈദ്യുതി ബന്ധിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തയ്യൽ തൊഴിലാളിയായ രമ്യയും മക്കളായ അലനും അഭിനും മാത്രമാണ് ഈ വീട്ടിൽ താമസം. രമ്യയും ഭർത്താവ് സജിയും കഴിഞ്ഞ 8 വർഷത്തിലധികമായി അകന്നു കഴിയുകയാണ്. സംഭവത്തെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും വിവരമറിയിച്ചതിനെ തുടർന്ന് മാരായമുട്ടം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ അലനെ പ്രാഥമിക ശുശ്രൂഷകൾക്കായി നെയ്യാറ്റിങ്കര ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. മുളയ്ക്കോണം സ്വദേശിയായ രമ്യയും 2 മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇവരുടെ ഭർത്താവ് 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഇവരിൽ നിന്നും തെറ്റി മറ്റ് ഒരു വീട്ടിലാണ് താമസം. ഇവർ ഈ അടുത്ത കാലത്താണ് ഈ വീട് വെച്ച് ഇവിടെ താമസമായത്. ഇന്ന് രാവിലെ രമ്യയുടെ മകൻ മൂത്ത കുട്ടി 13 വയസ്സുള്ള അലൻ വീടിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഡോറിൽ പിടിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അവന് ഷോക്കേറ്റത്. ഉടനെ തന്നെ രമ്യയുടെ സഹോദരനെ അവർ ഫോൺ ചെയ്ത് ഷോക്കുണ്ടെന്ന് അറിയിക്കുകയും പുള്ളി വന്ന് ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും മെയിനിൽ നിന്ന് ഒരു വയർ പിടിച്ചു കൊണ്ടുവന്ന് ഈ ലോക്കിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഈ ലോക്കിൽ വന്ന് അകത്ത് തുടങ്ങുമ്പം തന്നെ ഷോക്ക് അടിക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ മാരാമട്ടം പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് വയർ മാറ്റി കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ ഈ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ്. അവരുടെ ബഹളം കേട്ടാണ് നമ്മൾ പുറത്തിറങ്ങി നോക്കിയത്. അപ്പോൾ മെയിൻ സ്വിച്ചിൽ നിന്ന് ഒരു വയർ കണക്ഷൻ കൊടുത്ത് ഫ്രണ്ട് ഡോറിലോട്ട് ചുറ്റി ആ വയർ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് വന്ന് ഡോറ് തുറന്നപ്പോഴാണ് ആദ്യം ഷോക്കേറ്റത്. ആ കുഞ്ഞിനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇതാരാണ് ചെയ്തതായാലും ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള ഈ അപകടം നമ്മുടെ നാട്ടിൽ ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നാട്ടുകാരെല്ലാവരും ഇപ്പോൾ പേടിയിലാണ്. ഇതാരാണ് ചെയ്തത്, അവരെ നമുക്ക് എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാം. GTV ന്യൂസ്, നെയ്യാറ്റിങ്കര.